കൈയിൻ്റെ ലെങ്ത്ത് നീളം നമ്മൾ ഈ മുകൾ ഭാഗത്താണ് ഫോൾഡ് ചെയ്ത ഭാഗം ഉണ്ടാവും കേട്ടോ. അപ്പോൾ 17 ഇഞ്ചാണ് ലെങ്ത്ത്. പ്ലസ് നമ്മൾ ലൈനിങ് ഉള്ളതാണെങ്കിൽ 1, ലൈനിങ് ഇല്ലെങ്കിൽ 1.5 മാർക്ക് ചെയ്യുക കേട്ടോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ചുറ്റളവാണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ചുറ്റളവ് ചെസ്റ്റിൻ്റെ ടൈറ്റ് അളവ് ഹരിക്കണം 6 കേട്ടോ. 4. ചെസ്റ്റിൻ്റെ ടൈറ്റ് അളവിന് 4 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 38ആണ് എൻ്റെ ചെസ്റ്റ് അളവ്. അതിനെ ഞാൻ 4 കൊണ്ട് ഹരിച്ചപ്പോൾ ഇവിടെ 9.5 കിട്ടി കേട്ടോ. അപ്പോൾ അങ്ങനെ കണ്ടാൽ മതി, അതാണ് നിങ്ങൾക്ക് ഈസി. അപ്പോൾ ചെസ്റ്റിൻ്റെ ടൈറ്റ് അളവ് ഹരിക്കണം 4, അപ്പോൾ 9.5 കിട്ടി കേട്ടോ. പിന്നെ ഇവിടെ ഷേപ്പ് ചെയ്യണ രൂപം, ഇവിടെ ഷേപ്പ് ചെയ്യാൻ നമുക്ക് ഒരു അളവ് വേണം. അതിന് ചെസ്റ്റിൻ്റെ ടൈറ്റ് അളവ് ഹരിക്കണം 10 കൊണ്ട് ഹരിക്കുക. അപ്പോൾ 38നെ 10 കൊണ്ട് ഹരിക്കുമ്പോൾ എത്ര ഉണ്ടാവും? 38 ഹരിക്കണം 10 30 3.5 ഉണ്ടാവും അല്ലേ? 3.5 ഇവിടെ മാർക്ക് ചെയ്യുക കേട്ടോ. 3.5 മാർക്ക് ചെയ്തു. ഇവിടെ ഷേപ്പായി, ഇവിടെ റൗണ്ടിനുള്ള ഇതായി, കൈക്കുഴീൻ്റെ വീതിയുള്ള ഭാഗമായി, ഇത് ലെങ്ത്തായി. ഇനി അടിലൂസ് എനിക്ക് 10.5 അപ്പോൾ ഞാൻ 5.25, 10ൻ്റെ പകുതി 5.25 + 1 തുമ്പ് കേട്ടോ. അങ്ങനെയാണ് ഈ കൈയിൻ്റെ കാര്യങ്ങൾ. ഒന്ന് വരക്കാൻ നോക്കട്ടോ. ഇതൊരു തുണിയിലാണുള്ളത്. നമ്മൾ ഇതാ മാഷാ അല്ലാ, അത് കറക്റ്റ് 3.5 കേട്ടോ. ഇത് 3.5, ഇത് 9.5 ആണോ നോക്കുക. ഇത് ഏകദേശം 9.5 തന്നെയാണ്. പിന്നെ നമ്മളിവിടെ 5.5, 5.25 + 1, ഓക്കെ, 1 ഇഞ്ച് തുമ്പാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിൽ നിന്ന് ഈ തുമ്പിലേക്ക് വരച്ചു കൊടുത്തു. ഓക്കെ. പിന്നെ ഇവിടെ ഷേപ്പ് ചെയ്യുമ്പോൾ കുറേ പേര് ഇങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യണ്ട. ഇതിൽ കൺഫ്യൂഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതാ ഈ ടാപ്പിൻ്റെ ഈ ഇത് ഇവിടെ വെക്കുക. 3.5ൻ്റെ മുമ്പ് വെക്കുക. 3.5 ഇവിടെ അല്ലേ വരുന്നത്. ഇപ്പോൾ ഇവിടെ വെക്കുക. ഇവിടെ വെച്ചിട്ട് ഇതിൻ്റെ മേലത്തെ കോണിലേക്ക് ഇങ്ങനെ പിടിക്കുക. 10ലേക്ക് പിടിക്കുക. പിടിച്ചിട്ട് 3.5 ഇവിടെ വരുന്നത് നോക്കുക. അപ്പോൾ ഇവിടെ അല്ലേ വരുന്നത്, അവിടെ മാർക്ക് ചെയ്യുക. ഓക്കെ. എന്നിട്ട് ഇതിൽ നിന്ന് ഇതിലേക്ക് കണ്ടോ, എന്നിട്ട് ഇതിൽ നിന്ന് ഇതിലേക്കും പോവുക. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് കൈക്കൊരു ഷേപ്പ് കിട്ടും കേട്ടോ. ഇങ്ങനെയാണ് കൈ ഷേപ്പ് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഇറക്കം